ഹലോ മകളെ, ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം സോളിഡ്സ് എന്നാണ്. വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. 3 മാർക്സിന് 100% കണ്ടുപിട്ടാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഘനരൂപങ്ങളിൽ നിന്നാണ്, സ്ക്വയർ പിരമിഡ് എന്നാണ്, സമചതുര സ്തൂപികയിൽ നിന്നാണ്. A² 2al, A² + 2al, 1/3 A² H, ഇല, ഹാൽ, ഹെഡ്, 4a + 4e. റാൻസിൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞ സാധനം മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ? യെസ്. 20 ക്വസ്റ്റ്യൻ്റെ നമ്പറാണ് കേട്ടോ. ഇതാണ്, തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. The base edge of a square pyramid is 18 centimeter and its height 12 centimeter. Find the slant height, Gaussian surface area of the square pyramid. ഒരു സമചതുര സ്തൂപികയുടെ പാദവക്ക് 18 ആണ്, ഉയരം 12 ആണ്, ചരിവുയരം എത്ര, ഉപരിതല പരപ്പളം എത്ര? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ? ഇംഗ്ലീഷ് മീഡിയക്കാരെന്ന് ശ്രദ്ധിച്ചോളൂ. ബേസ് ഏരിയ കാണാൻ A², ലാൻഡ് സർഫസ് ഏരിയ കാണാൻ 2al, ടോപ്പ് സർഫസ് ഏരിയ കാണാൻ A² + 2al, വോളിയം കാണാൻ 1/3 A² H. 3 റൈറ്റ് ട്രയാങ്കിൾസ് ആണ് ഒരു പിരമിഡിൻ്റെ ഉള്ളിലുള്ളത്. ഇല, ഹാൽ, ഹെഡ്. E A/2 L, L A/2 H, H D/2 E. 3 റൈറ്റ് ട്രയാങ്കിൾസ്. ടോട്ടൽ എഡ്ജസ് ഓഫ് ദി സ്ക്വയർ പിരമിഡ് 4a + 4e. 4aയും 4eയുമാണ് ഒരു സ്ക്വയർ പിരമിഡിനുള്ളത്. മലയാളം മീഡിയക്കാർ ഇങ്ങോട്ട് വന്നോളൂ. പാദപ്പരപ്പ് A², പാർശ്വപരപ്പ് 2al, ഉപരിതല പരപ്പ് A² + 2al. 3 മട്ട ത്രികോണങ്ങൾ, ഇല, ഹാൽ, ഹെഡ്. E A/2 L, L A/2 H, H D/2 E. ഓക്കെ, ആകെ വക്കുകളുടെ തുക 4a + 4e. മറന്നു പോകരുത്. പിരമിഡിലുള്ള ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? A, E, L, H, D. മറന്നു പോകരുത്. വെരി ഇമ്പോർട്ടൻറ്റ് ലെറ്റേഴ്സ്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചത് ചരിവുയരം എത്രയും ചോദിച്ചു. ചരിവുയരം പിരമിഡിൻ്റെ എന്തൊക്കെ തന്നു? A തന്നു, പാദവക്ക്, ബേസ് എഡ്ജ് തന്നു, A തന്നു, ലെറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഹൈറ്റ് തന്നു, H തന്നു. എത്രയാണ്? 12, H 12 തന്നു. അപ്പോൾ നോക്ക്, ഞാനിപ്പം പറഞ്ഞ ട്രയാങ്കിളിൽ ഏത് ട്രയാങ്കിൾ എടുത്താലായിരിക്കും ഈ ഉത്തരം കിട്ടുക? എയും ഉണ്ട്, എച്ചും ഉണ്ട്, എല്ലാം വേണ്ടത്. ഇല, ഹാൽ, ഹെഡ്. എങ്ങനെ? ഹാൽ അല്ലേ? അപ്പോൾ ഹാൽ കിട്ടി. H A/2 L അല്ലേ? നമ്മുടെ കയ്യിൽ എയും ഉണ്ട്, എച്ചും ഉണ്ട്, അപ്പോൾ എല്ലാം കിട്ടിക്കൂടെ അല്ലേ? ഇതാടാ. H എത്രയാണ്? 12 ആണ് സാറേ. A എത്രയാണ്? 18 ആണ്. അപ്പോൾ എൻ്റെ പകുതി 9 ആണ്. സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ആരെ കണ്ടുപിടിക്കാം നമുക്ക് ഈസി ആയിട്ട്? ആരെ കണ്ടുപിടിക്കാം? L കണ്ടുപിടിക്കാം. L കാണാൻ L = പറഞ്ഞോളൂ. L = root of H² + A/2 whole square. H² + A/2 പൈതഗോറസ് നിയമമാണ്. സോ H നമുക്കറിയാം 12 ആണ്. 12². എൻ്റെ പകുതി 9 അല്ലേ? 9² ആണ്. 12ൻ്റെ സ്ക്വയർ പറഞ്ഞോളൂ 144 ആണ്. 9ൻ്റെ സ്ക്വയർ പറഞ്ഞോളൂ 81 ആണ്. കൂട്ടിക്കഴിഞ്ഞാൽ 1 കൂട്ടിയാൽ 5. അപ്പോൾ ഉറപ്പിച്ചു അടുത്ത റൂട്ട് 225. ഉത്തരം 15. എത്ര ഈസി ആയിട്ടാണ് നമ്മൾ L കണ്ടുപിടിച്ചത്. ചരിവുയരം ഇത്രേ ഉള്ളൂ സോളിഡ് എന്നൊക്കെ പറയാം. സോളിഡിൻ്റെ പ്രത്യേകത ലെറ്റേഴ്സ് മനസ്സിലാക്കുക, ഷേപ്പ് മനസ്സിലാക്കുക, ഇക്വേഷൻ മനസ്സിലാക്കുക. ഏറ്റവും ഈസി ആയിട്ടുള്ള 11 ചാപ്റ്ററിൽ ഞാൻ 100% നിങ്ങൾക്ക് വാക്ക് തരുന്നു. സോളിഡ് അഥവാ ഘനരൂപം എൻ്റെ ഫേവറേറ്റ് ചാപ്റ്ററാണ്. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. A ക്വസ്റ്റ്യൻ്റെ ഉത്തരം നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. 15. B ക്വസ്റ്റ്യൻ ചോദിച്ചു, ഉപരിതല പരപ്പളവ്, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി സ്ക്വയർ പിരമിഡ്. ടോട്ടൽ സർഫസ് ഏരിയ കാണുന്ന ഇക്വേഷൻ ഏത് തോരപ്പനും അറിയാവുന്ന സാധനമാണ്. എന്താണ്? A² + 2al. A എത്രയാണ്? നമുക്കറിയാം. 9 നീ ചാടിക്കയറി കൊടുക്കരുത്, 18 ആണ്. 9 അതിൻ്റെ പകുതി അടുത്ത് 18² + 2 × 18 L നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്? 15. 18ൻ്റെ സ്ക്വയർ പറഞ്ഞോളൂ 324 അല്ലേ? ഇനി 2ഉം 15ഉം ഗുണിച്ചു എത്ര ആയിട്ടുണ്ട്? 30 ആയി.
അല്ലേ? 2 15 ഗുണിച്ചു 30. 30നെ 18 കൊണ്ട് ഗുണിച്ച് എത്ര കിട്ടും? 8 0 0. 8 ഇൻറ്റു 8 ഇൻറ്റു 0 0. 8 ഇൻറ്റു 3 24. 1 0 0. 1 3 3 0 4 5 540. കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം എത്ര വന്നു? 540. 540 എന്ത് കൂട്ടിയാൽ 324. കൂട്ടി നോക്കൂ. 324 നമുക്ക് കൂട്ടി നോക്കാം. എന്ത് വന്നു പറഞ്ഞോളൂ. 4 6 8. ഉത്തരം 864 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. വളരെ ഈസി ആയിട്ട് നമ്മൾ സോളിഡിൽ ഒരു 4 മാർക്ക് ക്രാക്ക് ചെയ്തു. ഈസി. സ്ക്വയർ പിരമിഡിന് ഭാഗത്ത്. ഓക്കെ, വളരെ മനോഹരമായ ചോദ്യമാണ്. പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്, പ്രതീക്ഷിക്കേണ്ട ചോദ്യമാണ്. മറ്റൊരു ഷോർട്ട് വീഡിയോയുമായി കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. താങ്ക് യു സോ മച്ച്.